ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത് നോക്കാം. ഹൈപ്പോത്തസിസ് ഇസ് എൻ അസംഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയുള്ള ഒരു അസംഷനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ആ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാരാമീറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. ആ പാരാമീറ്റർ എന്ന് പറയുന്നത് മീൻ ആവാം, അല്ലെങ്കിൽ വേരിയൻസ് ആവാം, അങ്ങനെ ഏതെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഒരു ഹൈപ്പോത്തസിസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരാൾ പറയാണ് I assume the average weight of this class is 58 kg. അപ്പോൾ അതാണ് നമ്മളെ അസംഷൻ, അല്ലെങ്കിൽ അതാണ് നമ്മളെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. മീൻ വെയ്റ്റ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത് 58 kg, അതാണ് അസംഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഹൈപ്പോത്തസിസിനെ പറ്റി നമുക്ക് എന്ത് പറയാം? നമ്മൾ പറഞ്ഞു അതൊരു അസംഷനാണ്, പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയുള്ള അസംഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അസംഷനെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അസംഷൻ വാലിഡ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു സാമ്പിൾ എടുക്കണം. ആ സാമ്പിളിൽ നിന്ന് നമുക്ക് ആ സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നോക്കുന്നത്. കറക്റ്റാണെങ്കിൽ നമ്മൾ ആ ഒരു ഹൈപ്പോത്തസിസ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടു ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് അസ്യൂംഡ് ഓർ ഹൈപ്പോത്തസിസ് വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ വി gather sample data and determine difference between hypothesized value and actual value of the sample mean. അപ്പോൾ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് വാല്യൂവിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ആദ്യം സാമ്പിൾ എടുക്കും, എന്നിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പോത്തസൈസ് വാല്യൂവും പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ അസ്യൂം ചെയ്ത ഹൈപ്പോത്തസിസ് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് നോക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക ഈ ഒരു വാല്യൂവിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ സ്മോളർ ഡിഫറൻസ് ആണ് ഈ രണ്ട് വാല്യൂ തമ്മിലെങ്കിൽ നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്ത വാല്യൂ കറക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണെങ്കിൽ നമ്മളെ ഹൈപ്പോത്തസിസ് വാല്യൂ തെറ്റാണെന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ അസ്യൂംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോത്തൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാണ്. പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള അൺനോൺ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ആ ഹൈപ്പോത്തൈസ്ഡ് വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ചെയ്യുന്ന ഈ ഹൈപ്പോത്തൈസ്ഡ് വാല്യൂവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ട് H0 എന്ന് പറഞ്ഞ സിമ്പിളിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അസംഷൻ വി വിഷ് ഓർ വോണ്ട് ടു ടെസ്റ്റ് ആണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. എന്താണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ അസംഷൻ, അതാണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംടൈംസ് ആ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യേണ്ടി വന്നാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേറൊരു ഹൈപ്പോത്തസിസ് എന്തായാലും ആക്സെപ്റ്റ് ചെയ്യണ്ടേ. അതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ആവറേജ് ഹൈറ്റ് ഓഫ് സെമസ്റ്റർ 2 സ്റ്റുഡൻസ് ഇസ് 58 kg എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് അല്ല നൾ ഹൈപ്പോത്തസിസ് നമ്മളെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ H0 such that
മ്യൂ ഈക്വൽസ് ടു 58. ഇതാണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വരിക. ആവറേജ് വെയിറ്റ് ഓഫ് സെമസ്റ്റർ 2 സ്റ്റുഡൻസ് 58 kg എന്ന് പറയുമ്പോൾ ആവറേജ് വെയിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ മ്യൂ ഈക്വൽ ടു 58 ആണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും നമ്മളെ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എങ്ങനെ ഡിനോട്ട് ചെയ്യുക, എങ്ങനെ വരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ H0 പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ളത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ H1 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ആവറേജ് വെയിറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഈസ് ഈക്വൽ ടു 58 kg എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് എതിരെയുള്ള ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദ ആവറേജ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇസ് നോട്ട് ഈക്വൽ ടു 58 kg എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ H1 സച്ച് ദാറ്റ് മ്യൂ നോട്ട് ഈക്വൽസ് ടു 58. ഇതൊരു കേസാണ്. ഇനി വേറെ കേസ് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ H1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 58, H1 സച്ച് ദാറ്റ് മ്യൂ ലെസ് ദാൻ 58. ഇങ്ങനെയുള്ള 3 കേസസ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ് ആദ്യം തന്നെ നമ്മൾ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സെറ്റപ്പ് എ ഹൈപ്പോത്തസിസ് ആണ്. സെക്കൻഡ് 1 എന്ന് പറയുന്നത് സെറ്റപ്പ് എ സ്യൂട്ടബിൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്നാണ്. അപ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്താണെന്നുള്ളത് ആദ്യം നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റപ്പ് വാല്യൂസിനെ നമ്മൾ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റത്തെ റീജിയനിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു റീജിയനിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യും. ആ ഒരു ഏരിയനെ പറയുന്നതാണ് റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ റീജിയൻ്റെ ബോർഡറിന് പറയുന്നതാണ് ക്രിട്ടിക്കൽ വാല്യൂ എന്നുള്ളത്. ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്താണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എങ്കിൽ നമ്മൾ പറയും ആക്സെപ്റ്റൻസ് റീജിയനിലാണ്. അപ്പോഴാണ് നമ്മളെ നൾ ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ലെവൽ നോക്കിയിട്ടാണ് നമ്മളെ എക്സ്പെരിമെൻറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, റിജക്ഷൻ റീജിയനിലാണ് നമ്മളെ വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും, അതർവൈസ് വി ആക്സെപ്റ്റ് ഇറ്റ്. പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആൽഫ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സിലക്റ്റിങ് എ സിഗ്നിഫിക്കൻറ്റ് ലെവൽ. എങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ സിലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ലെവൽസ് ഉണ്ട്. 5%, 1% ആണ്. ഈ 2 ലെവലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5% സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ആൽഫ വിൽ ബി ഈക്വൽസ് ടു 0.05. അപ്പോൾ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ 5 ചാൻസസിൽ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഔട്ട് ഓഫ് 100 95% ചാൻസ് ആർ ദർ ദാറ്റ് നൾ ഹൈപ്പോത്തസിസ് വിൽ ബി ആക്സെപ്റ്റഡ്. 100ൽ 95% നമ്മൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ 5 ചാൻസ് എന്ന് പറയുന്നത് അത് റിജക്റ്റ് ചെയ്യാനുള്ളതാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് മീനിങ് എന്താ, വി ആർ അബൌട്ട് 95% കോൺഫിഡൻറ്റ് ദാറ്റ് വി ഹാവ് മെയ്ഡ് ദ റൈറ്റ് ഡിസിഷനാണ് എടുത്തതെന്നുള്ളതിൻ്റെ കറക്റ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് 95 കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ മൊത്തം വാല്യൂ കൊടുക്കുന്ന റീജിയൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 ടെയിലിൻ്റെ എൻഡിൽ വരുന്ന റീജിയനാണ് നമ്മൾ റിജക്ഷൻ റീജിയൻ എന്ന് പറയാം. ആ റിജക്ഷൻ റീജിയനിലാണ് നമ്മളെ വാല്യൂ എങ്കിലാണ് നമ്മൾ
റിജക്റ്റ് ചെയ്യുക, നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ആ റിജക്ഷൻ റീജിയൻ അല്ലാത്ത അക്സെപ്റ്റഡ് റീജിയൻസിലാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ റിജക്ഷൻ റീജിയൻ്റെ ബോർഡറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്യൂട്ടബിൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യലാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ Z ആവാം, T ആവാം, chi² ആവാം, F ആവാം. അത് ഓരോ സിറ്റുവേഷനിലനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ഫ്രം ദ ടേബിൾ. ടേബിളിൽ നിന്നും ഏതാണ് ക്രിട്ടിക്കൽ വാല്യൂ വരാമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടേഷന് ശേഷം നമ്മൾ സാമ്പിൾ റിസൾട്ട് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഈ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. ഡിസിഷൻ എടുക്കുകയെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് നമ്മളെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റീജിയൻ ആണ് ഉള്ളതെന്ന് പറയാം. അല്ലാത്ത കേസിൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് ക്രിട്ടിക്കൽ റീജിയനിലാണ് നമ്മളെ വാല്യൂ എങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ആലോചിക്കേണ്ടത്? കമ്പ്യൂട്ടഡ് വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും.